മിക്കവാറും മാധ്യമങ്ങൾ മാണി സി കാപ്പനെ UDF-ൽ ചാടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പോ അല്ലെങ്കിൽ മാണി സി കാപ്പന്റെ പാർട്ടിയോ ഒന്നും ഈ UDF-നൊരു അനിവാര്യതയല്ല. രാഷ്ട്രീയം എന്താണെന്ന് അദ്ദേഹം ആദ്യം പഠിക്കണം. അതിനുശേഷം മാത്രമാണ് ഇങ്ങനത്തെയൊക്കെ സ്റ്റേറ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കൂടുതൽ മണ്ടത്തരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാപ്പനെ സംബന്ധിച്ചിട്ട് കാപ്പനെ എത്രത്തോളം പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ. കാപ്പനെ സംബന്ധിച്ചിട്ട് കാപ്പൻ പാല വിടുമോ വിടില്ലേ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായ ധാരണയുണ്ട്. നമസ്കാരം. മാധ്യമങ്ങൾ മാണി സി കാപ്പനെ UDF-ൽ നിന്ന് പുറത്താക്കുമോ? മിക്കവാറും മാധ്യമങ്ങൾ മാണി സി കാപ്പനെ UDF-ൽ ചാടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണാൻ വേണ്ടി കാപ്പനെത്തുന്നു. കാപ്പൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടിക്കാഴ്ച നടക്കുന്നു. അവിടെ എന്തൊക്കെയോ മലപ്പുറത്ത് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെയുള്ള രീതിയിലാണ് ഈ മാധ്യമങ്ങൾ വാർത്തയടിച്ചു വിടുന്നത്. ഈ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ തുടങ്ങി കേരളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജോസ് കെ മാണി LDF വിട്ടിട്ട് UDF-ലേക്ക് പോകാൻ പോവുകയാണ് എന്നുള്ളൊരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരുന്നു. ഈ വാർത്തയിലെ സത്യം എന്താണെന്നോ അസത്യം എന്താണെന്നോ ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധമൊക്കെ ഉള്ള ആളാണ് കാപ്പനെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിയാവുന്ന ഒരു കക്ഷിയാണ് പുള്ളി. ഇപ്പോൾ സാധാരണ എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമയാകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ സിനിമയാകുമ്പോൾ അതിനകത്ത് നായകന്മാർ മാത്രം പോരല്ലോ, വില്ലന്മാർ വേണം, കോമഡി കഥാപാത്രങ്ങൾ വേണം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ റോൾ ഇങ്ങനെ അഭിനയിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതല്ലെങ്കിൽ മാണി സി കാപ്പനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ചരിത്രം സൃഷ്ടിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു പാർട്ടി എന്ന് പറയുന്നത് തന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇപ്പോൾ പാലയിൽ സ്വതന്ത്രമായിട്ടുള്ള MLA ആണ്. 2019 അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിനെ പരാജയപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ആളുകൾക്കിടയിൽ ഒരു സിമ്പതി ഉണ്ടായി. അതുകൂടാണ്ട് ഡീലിമിറ്റേഷന് ശേഷം ആ മണ്ഡലത്തിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് അനുകൂല ഘടകമായിട്ട് മാറിയത്. അത് കൂടാതെ തന്നെ 2021 പിന്നീട് അദ്ദേഹത്തിന് ആ വിജയ തുടർച്ച കിട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് UDF-ൽ നിന്ന് LDF-ലേക്ക് വന്ന കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ട് ഒരു ഐക്യം LDF-നകത്ത് ഉണ്ടായിരുന്നില്ല. പല LDF വോട്ടുകളും കാപ്പന് പോയിട്ടുണ്ട്. അതുകൂടാതെ BJP-യുടെ വോട്ടുകൾ, അത് നമ്മൾ ഇന്നലത്തെ നമ്മുടെ കോട്ടയം ജില്ലാ അവലോകനത്തിലും പറഞ്ഞതാണ്. ഏകദേശം BJP-ക്ക് അവിടെ 25,000-ഓളം വോട്ടുകൾ ഉള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് BJP-ക്ക് കിട്ടിയത് വെറും 13,000 സംതിങ് വോട്ട് മാത്രമാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ആ 12,000-ഓളം വോട്ട് അത് കാപ്പന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് ജയിച്ചു പോകുന്ന ഒരാളാണ് മാണി സി കാപ്പൻ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം അവിടുത്തെ പാലയെ സംബന്ധിച്ചിട്ട് പാലയുടെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ചർച്ചയ്ക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജോസ് കെ മാണിയൊക്കെ വലിയൊരു ഭൂരിപക്ഷത്തിന്, ജോസ് കെ മാണി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ആരാണോ മത്സരിക്കുന്നത് അവർ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. അപ്പൊ അങ്ങനെ അത്ര വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഭയപ്പാട് കയറുക സ്വാഭാവികമാണ്. കാരണം UDF ഇദ്ദേഹവുമായിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇന്ന് മോൻസി ജോസഫിൻ രാവിലെ പറഞ്ഞ കാര്യം ഇതാണ്. മോൻസി ജോസഫുമായിട്ട് യാതൊരു ചർച്ചകളും ആരും നടത്തുന്നില്ല. PJ ജോസഫുമായിട്ടും ആരും ചർച്ച നടത്തുന്നില്ല. സത്യത്തിൽ PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പോ അല്ലെങ്കിൽ മാണി സി കാപ്പന്റെ പാർട്ടിയോ ഒന്നും ഈ UDF-നൊരു അനിവാര്യതയല്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ഇങ്ങനെ മറ്റേ പുട്ടിന് പീര എന്ന പോലെ ഈ കുറച്ച് കിടന്നോട്ടെ എന്ന് ചോദിച്ചു പേരിന് മാത്രം, കാരണം ഒരു ക്രിസ്ത്യൻ പാർട്ടി വേണമല്ലോ എന്ന് വെച്ചിട്ടൊക്കെ തന്നെയാണ് UDF ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഏതെങ്കിലും ഒരു കാരണവശാൽ ഇപ്പൊ ജോസ് കെ മാണി ഇങ്ങനെ UDF-ലേക്ക് വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോൾ ചവിട്ടി പുറത്താക്കി നോക്കിയാൽ മതി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് മാണി സി കാപ്പനൊക്കെ. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് മാണി സി കാപ്പൻ വെല്ലുവിളിച്ചിട്ട് പറയുന്നത്, ഞാൻ പാല ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന്. കാരണം ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാവും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പറയാത്തൊരു വേർഡാണ് രാഷ്ട്രീയം എന്താണെന്ന് അദ്ദേഹം ആദ്യം പഠിക്കണം. അതിനുശേഷം മാത്രമാണ് ഇങ്ങനത്തെയൊക്കെ സ്റ്റേറ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കൂടുതൽ മണ്ടത്തരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പത്രക്കാർ ഇങ്ങനെ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിക്കുന്ന സമയത്ത് ജോസ് കെ മാണി UDF-ലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ താങ്കൾ അതിനെ എങ്ങനെ സമീപിക്കും, താങ്കളുടെ നിലപാട് എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് മാണി സി കാപ്പൻ പറഞ്ഞത് എന്താണ്? ജോസ് കെ മാണി വരുന്നതിനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം പാലായുടെ കാര്യത്തിൽ UDF ആവശ്യപ്പെട്ടാൽ പാലാ സീറ്റ് വിട്ടുകൊടുക്കാനും താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇന്ന് രാവിലെ അതിവെളുപ്പാൻ കാലത്തെ പാലായിൽ നിന്ന് എണീറ്റ് മലപ്പുറത്ത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടതിന് ശേഷം അത് പറഞ്ഞത് തങ്ങളുടെ അടുത്ത് ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില വാർത്താ മാധ്യമങ്ങളൊക്കെ വാർത്ത ചെയ്തിരുന്നത്. പക്ഷെ തങ്ങളൊന്നും അപ്പോയിന്റ്മെന്റ് പോലും കൊടുക്കത്തിരുന്നത്, അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലെത്തി. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടതിന് ശേഷം പുറത്തേക്ക് വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടതാണ്. കാരണം പാല ഒരു കാരണവശാലും വിട്ടുകൊടുക്കുക. അതെനിക്കൊന്ന് ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ആ ടെലഫോണിക് ഇന്റർവ്യൂലാണ് പറഞ്ഞിരിക്കുന്നത്. UDF പറഞ്ഞാലും അതെനിക്കൊന്ന് അബ്ജോദ് കാപ്പനെ കൊണ്ടേ കുടുക്കിച്ചടിച്ചതാണ്. UDF പറഞ്ഞാലും താങ്കൾ പാല വിട്ടുകൊടുക്കില്ല എന്ന് ചോദിച്ചു
ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല അത് ഉറപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചെങ്കിൽ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന അബദ്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത് വരും ദിവസങ്ങളിൽ എല്ലാ പ്രേക്ഷകരും കാണാൻ വേണ്ടി പോവുകയാണ്. ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രവചിച്ച് പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നും എന്തായിരിക്കും ഉദ്ദേശിക്കുന്നതും എന്നും ഒക്കെ. പക്ഷെ അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ തെറി വരും. ഇന്നലെ നമ്മൾ ജോസ് കെ മാണി LDF വിട്ട് ഒരിടത്തേക്കും പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾക്കിടയിൽ വന്ന് ഒരുപാട് തെറി എഴുതിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം കോഴിയാണ് എന്ന് രാജൻ ജോസഫ് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരുപാട് ആരാധകർ നമ്മുടെ ഈ താഴെ വന്ന് തെറി എഴുതിയിട്ടുണ്ട്. തന്ത്രി അടുത്തതായി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് തെറി എഴുതിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ തന്നെയാണ് പറഞ്ഞത് LDF നിന്ന് ജോസ് കെ മാണി ഒരു കാരണവശാലും UDF പോകത്തില്ല എന്ന് പറഞ്ഞത്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അത് പ്രചരിപ്പിച്ചപ്പോൾ ഒരു കാരണവശാലും പോകത്തില്ല, കാരണം നിലപാടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ജോസ് കെ മാണി എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള, അദ്ദേഹവുമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും സംസാരിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അദ്ദേഹത്തിന്റെ നിലപാടെന്താണെന്നും അദ്ദേഹത്തിന്റെ കാലിബർ എന്താണെന്നും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ കർശനമായിട്ടുള്ള ഇത് കാര്യം വളരെ ഗൗരവകരമായിട്ട് തന്നെ പറഞ്ഞ് ജോസ് കെ മാണിയുടെ ക്യാരക്ടർ വെച്ചിട്ട്, അദ്ദേഹത്തിന്റെ ഒരു കാലിബർ വെച്ചിട്ട്, അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി വെച്ചിട്ട് ഒരു കാരണവശാലും അദ്ദേഹം നിലവിലത്തെ സാഹചര്യത്തിൽ LDF വിടുന്നൊരു തീരുമാനം എടുക്കില്ല എന്നാൽ അത് ഏതൊക്കെയായാലും ഒരു കാരണവശാലും LDF വിട്ടിട്ട് കേരള കോൺഗ്രസ് പുറത്തേക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒക്കെ പറഞ്ഞതുപോലെയാണ് കാപ്പനെ സംബന്ധിച്ചിട്ട് കാപ്പനെ എത്രത്തോളം പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ. അത് അതിന്റെ അപ്പുറത്തേക്ക് വേറെ നമുക്ക് പറയാനില്ല. പിന്നെ കാപ്പനെ സംബന്ധിച്ചിട്ട് കാപ്പൻ പാല വിടുമോ വിടില്ലേ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായ ധാരണയുണ്ട്. UDF-നകത്തും ധാരണയുണ്ട്, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനും. കാരണം ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പുറത്തു വന്നതിന് ശേഷം നടത്തിയ പത്രസമ്മേളനം അത് പറഞ്ഞതാണ് രാഷ്ട്രീയം സംസാരിച്ചു. പിന്നെ ഇതിനെ വേറൊരു രാഷ്ട്രീയ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ ഇതുവഴിയൊക്കെ മലപ്പുറം വഴിയൊക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് ഇവിടെ കയറാറുണ്ട്, ചായ കുടിക്കാറുണ്ട്, ഞാനൊരു ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിൽ എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഒന്നെങ്കിൽ നല്ല തേനൊഴിച്ച കട്ടൻ ചായ കിട്ടും, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ജ്യൂസ് ഉണ്ട് അവിടുത്തെ. ആ ജ്യൂസൊക്കെ കിട്ടുന്ന സ്ഥലം ഞാൻ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ കയറി അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റു യാതൊരുവിധ രാഷ്ട്രീയ പ്രാധാന്യവും ഇന്നത്തെ കാപ്പന്റെ സന്ദർശനത്തിനില്ല. വരും ദിവസങ്ങളിലൊക്കെ കാപ്പന്റെ വായിലെ നാക്ക് കാപ്പനെ ചതിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പം നമുക്ക് പറയാനുള്ളൂ. കാരണം ഒരു മുന്നണിക്കകത്ത് ഇത് എൻ്റെ സ്വന്തം സീറ്റാണ് എന്ന് പറയാനായിട്ട് ഈ കാപ്പൻ്റെ പാർട്ടിയായിട്ടുള്ള KDP എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്, അതിനോ 10 ആൾ പോലും തികച്ചെടുക്കാനില്ല പാലയിൽ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ കുറച്ച് വ്യക്തിബന്ധങ്ങളുണ്ട്. ആ വ്യക്തിബന്ധങ്ങളൊക്കെ മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അത് തീരും. അത് LDF-ലോ UDF-ലോ ആണെങ്കിൽ. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് മാറി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ തീരുന്നതേ ഉള്ളൂ ഈ വ്യക്തിബന്ധങ്ങളൊക്കെ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ വലയിൽ പോയി കാപ്പൻ വീഴാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അതിനാണ്ട് കാപ്പൻ കേരള രാഷ്ട്രീയത്തിൽ അത്ര പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകകക്ഷിയോ ഒരു വ്യക്തിയോ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.